നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെന്റ് കല്യാണി സ്കീമിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ വനിതാ സംരംഭകർക്ക് ഇതൊരു വലിയ അവസരമാണ്. അപ്പോ എന്താണ് ഈ സ്കീം, എങ്ങനെ ഇത് പ്രയോജനപ്പെടുത്താം, നമുക്ക് നോക്കാം. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? പക്ഷേ ഈടായിട്ട് കൊടുക്കാനൊന്നും കയ്യിലില്ലേ? ഒരുപാട് പേർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണിത്. എങ്കിൽ നിങ്ങൾ തീർച്ചയായും കേൾക്കണം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. 1 കോടി രൂപ. ഈ സ്കീം വഴി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള പരമാവധി തുകയാണിത്. ചിന്തിച്ചു നോക്കൂ, 1 കോടി രൂപയുടെ സപ്പോർട്ട്, അതും ഒരു ബിസിനസ് തുടങ്ങാൻ. അപ്പോ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ സെന്റ് കല്യാണി സ്കീം ഇത്രയധികം പോപ്പുലർ ആവുന്നത്? എന്താണിതിന്റെ പ്രത്യേകത? സിമ്പിളായി പറഞ്ഞാൽ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബിസിനസ് ലോണാണിത്. സ്ത്രീകൾക്ക് ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഉള്ള ബിസിനസ് വലുതാക്കാനോ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ സ്കീം. ഇതാണിതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ലോൺ കിട്ടാൻ നിങ്ങൾക്ക് യാതൊരുവിധ ഈടും കൊടുക്കണ്ട, അതുപോലെ ഒരു ഗ്യാരണ്ടറുടെയും ആവശ്യമില്ല. സാധാരണ ഒരു ലോണിന് പോയാൽ ആദ്യം ചോദിക്കുന്ന കാര്യമാണിത്, അല്ലേ? അവിടെയാണ് ഈ സ്കീം ഒരു ഗെയിം ചേഞ്ചർ ആകുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈടൊന്നുമില്ലാതെ ബാങ്ക് എങ്ങനെ ധൈര്യമായിട്ട് ലോൺ തരും, അല്ലേ? അവിടെയാണ് ഗവൺമെന്റിന്റെ CGTMSE എന്നൊരു സംഭവം വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഗ്യാരണ്ടിയാണ്. അതായത് നിങ്ങൾ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ പോലും ഈ ഫണ്ടിൽ നിന്ന് ബാങ്കിന് പണം കിട്ടും. അപ്പൊ പിന്നെ ബാങ്കിന്റെ റിസ്ക് കുറഞ്ഞില്ലേ? അതുകൊണ്ടാണ് അവർക്ക് ധൈര്യമായിട്ട് ഈടൊന്നുമില്ലാതെ നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ ലോൺ ആർക്കൊക്കെയാണ് കിട്ടുക? എന്തൊക്കെയാണ് ഇതിന്റെ യോഗ്യതകൾ? നമുക്ക് നോക്കാം. പ്രധാനമായും വനിതാ സംരംഭകർക്കാണ് ഈ സ്കീം. നിങ്ങളൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി അതല്ല, നിങ്ങളൊരു ഡോക്ടറോ ഡിസൈനറോ അതുപോലുള്ള ഒരു സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽ ആണെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്കും ഇതിന് അപേക്ഷിക്കാം. പക്ഷെ ഒരൊറ്റ കണ്ടീഷനുണ്ട്: നിങ്ങളുടെ ബിസിനസ് ഒരു മൈക്രോ അല്ലെങ്കിൽ സ്മോൾ എന്റർപ്രൈസ്, അതായത് MSME ആയിരിക്കണം. ശരി, അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇനി എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്? നമുക്കതിന്റെ സ്റ്റെപ്പുകളിലേക്ക് കടക്കാം. ഇവിടെയാണ് ഒരുപാട് പേർക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും അപേക്ഷ കൊടുക്കാം. നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെ വേണമെന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇത് ക്ലിയർ ആകും. വിചാരിക്കുക, നിങ്ങൾ കാസർഗോഡ് ജില്ലയിലാണ്. അവിടെ സെൻട്രൽ ബാങ്കിന് ഒരു ബ്രാഞ്ചില്ല. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് നേരെ കണ്ണൂരോ കോഴിക്കോടോ എറണാകുളത്തോ ഉള്ള ബ്രാഞ്ചിൽ പോയി അപേക്ഷിക്കാം. എവിടെയാണോ നിങ്ങൾക്ക് സൗകര്യം അവിടെ പോകാം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രാക്ടിക്കലായൊരു കാര്യമാണ്. നിങ്ങൾ എല്ലാ ഡോക്യുമെന്റ്സുമായി ബാങ്കിൽ പോയി, പക്ഷെ അവർ ലോൺ തരില്ലെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? പ്രതീക്ഷയോടെ പോയിട്ട് ഇല്ല എന്നൊരു മറുപടി കേൾക്കുമ്പോൾ എന്തു ചെയ്യണം? ആദ്യം നമ്മളൊരു കാര്യം റിയലിസ്റ്റിക് ആയിട്ട് കാണണം. ഇങ്ങനൊരു സ്കീം ഉണ്ടെന്ന് കരുതി അപേക്ഷിക്കുന്ന എല്ലാവർക്കും ലോൺ കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ബിസിനസ് പ്ലാനൊക്കെ നോക്കിയിട്ട് ലോൺ തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഫൈനൽ അധികാരം ബാങ്കിന് തന്നെയാണ്. പക്ഷേ അവിടെ വെച്ചു നിർത്തി പിന്മാറരുത്. നിങ്ങളുടെ അപേക്ഷ അവർ റിജക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ ലോൺ റിജക്റ്റ് ആയാൽ എന്ത് ചെയ്യണം? അതിനൊരു 5 സ്റ്റെപ്പ് ആക്ഷൻ പ്ലാൻ തന്നെയുണ്ട്. ഇത് അറിഞ്ഞുവെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. ശരി, അപ്പോ ആ 5 സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ബിസിനസ് പ്ലാൻ അവരുടെ മുന്നിൽ വെക്കുക. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് എങ്ങനെ വരുമാനം കിട്ടും എന്ന കണക്കുകൾ വെച്ചു തന്നെ കാണിച്ചു കൊടുക്കണം. രണ്ടാമതായി, ഈ സെന്റ് കല്യാണി സ്കീമിന്റെ ഒഫീഷ്യൽ ഗൈഡ് ലൈൻസ് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. എന്നിട്ട് അതിലെ ഈടുവേണ്ട എന്ന് പറയുന്ന ഭാഗം ഹൈലൈറ്റ് ചെയ്ത് മാനേജറെ കാണിക്കുക. മൂന്നാമതായി, മാനേജർ സമ്മതിക്കുന്നില്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ ആവശ്യപ്പെടുക. അതായത് ബാങ്കിന്റെ റീജിയണൽ ഓഫീസിലോ അല്ലെങ്കിൽ വിമൻ എന്റർപ്രണർ സെല്ലിലോ സംസാരിക്കാൻ അവസരം ചോദിക്കുക. നാലാമതായി, നമ്മൾ നേരത്തെ പറഞ്ഞ CGTMSE പറ്റി അവരെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. ഗവൺമെന്റ് ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് ബാങ്കിനൊരു റിസ്ക്കുമില്ല എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തുക. ഇനി അവസാനമായി 5ാമത്തെ സ്റ്റെപ്പ്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു ന്യായവുമില്ലാതെയാണ് നിങ്ങളുടെ അപേക്ഷ തള്ളിയതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായി ബാങ്കിന്റെ പരാതി പരിഹാര സെല്ലിൽ ഒരു ഒഫീഷ്യൽ കംപ്ലയിന്റ് കൊടുക്കുക. അപ്പോ ഈ സ്കീമിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി അഥവാ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ അതെങ്ങനെ നേരിടണമെന്നും നിങ്ങൾക്കറിയാം. ഈ പ്ലേബുക്ക് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ചോദ്യം നിങ്ങളോടാണ്. ഈ അറിവ് വെച്ച് നിങ്ങൾ എന്ത് ബിസിനസ്സാണ് കെട്ടിപ്പടുക്കാൻ പോകുന്നത്?